ഇപ്പോൾ ഒരു വാർത്ത ഡൽഹിയിൽ നിന്ന് അടിയന്തരമായി ബൽറാം നെടുങ്ങാടി അറിയിക്കുന്നു. അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് ഡൽഹിയിൽ പുകമഞ്ഞ് കാരണം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു എന്നാണ് വിവരം. ഈ റെഡ് അലേർട്ട് കാരണം എന്തൊക്കെ കാര്യങ്ങൾ വരുമെന്ന് അറിയില്ല. എന്തായാലും കനത്ത മൂടമഞ്ഞിൽ ഉത്തരേന്ത്യ വലയുകയാണ്. 8 സംസ്ഥാനങ്ങളിൽ ദൃശ്യപരിധി 0 മാറി. പുകമഞ്ഞിനെ തുടർന്നാണ് ഡൽഹിയിൽ റെഡ് അലേർട്ട് വന്നിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിലായിരിക്കും റെഡ് അലേർട്ട്. റെയിൽ, റോഡ്, വ്യോമ ഗതാഗതത്തെ മൂടൽമഞ്ഞ് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷമായി തുടരുന്നുവെന്നും വിവരങ്ങളുണ്ട്. എന്തായാലും ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൽറാം, ഈ അടുത്ത 3 മണിക്കൂർ റെഡ് അലർട്ട് കൊണ്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് ആയിരിക്കും ഉണ്ടാവുക? SKN അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡൽഹിയിലെ പുകമഞ്ഞിനെ തുടർന്ന് നൽകിയിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂർ ഡൽഹിയിൽ റെഡ് അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായും വ്യോമ മേഖലയെ തന്നെയാണ് ഇത് നേരിട്ട് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഡൽഹിയിൽ ഇപ്പോഴും സാധാരണ രീതിയിൽ പുലർച്ചെ ആരംഭിക്കുന്ന പുകമഞ്ഞ് രാവിലെ 8:30-9 മണിയോടെ വെയിൽ ആരംഭിക്കുന്ന ഘട്ടത്തിൽ പയ്യെ അലിഞ്ഞില്ലാതാകാറുണ്ട്. എങ്കിൽ ഇന്ന് ശക്തമായ പുകമഞ്ഞ് ഡൽഹിയിലെ അന്തരീക്ഷത്തിൽ തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ദൃശ്യപരിധി വളരെ കുറവാണ് ഡൽഹിയിൽ ഈ ഒരു സമയത്തും. ഉത്തരേന്ത്യയിൽ ആകമാനം ഇതേ സാഹചര്യം തുടരുന്നു. അമൃത്സർ അടക്കം ഉത്തരേന്ത്യൻ മേഖലയിലെ 5 വിമാനത്താവളങ്ങളിൽ ഇപ്പോഴും ദൃശ്യപരിധി 0 എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ട ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ അതേസമയം ദൃശ്യപരിധി 50 തുടരുന്നു. ഡൽഹി വിമാനത്താവളത്തിൻ്റെതടക്കമുള്ള വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കും എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വ്യോമയാന ഗതാഗത അതോറിറ്റികൾ, പ്രത്യേകിച്ച് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, കൂടാതെ ഡൽഹി വിമാനത്താവള അതോറിറ്റി, കൂടാതെ വ്യോമയാന മന്ത്രാലയം എന്നിവർ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ആശങ്കയിലാകുന്ന യാത്രക്കാരെ സഹായിക്കാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചതായും ഡൽഹി വിമാനത്താവള അതോറിറ്റി അറിയിക്കുന്നുണ്ട്. വ്യോമഗതാഗതത്തെ കാര്യമായി തന്നെ ആദ്യ മണിക്കൂറുകളിൽ ഈ ഒരു മൂടൽമഞ്ഞ് ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും അന്തരീക്ഷ മലിനീകരണം അതീവ രൂക്ഷമായി ഡൽഹിയിൽ തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ പുകമഞ്ഞു കൂടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. റോഡ് ഗതാഗതത്തെയും കാര്യമായി തന്നെ ഈ ഒരു പുകമഞ്ഞ് ബാധിച്ചിട്ടുണ്ട്. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.